സൺഡേ ആയിട്ട് എന്നാ പരിപാടി? ഞാനിവിടെ ഒറ്റയ്ക്കുള്ളേ. ചേട്ടായും പിള്ളേരും പള്ളിയിൽ പോയി. ഞാൻ പോയില്ല. ഇന്നലെ വൈകുന്നേരം അന്തോണിസ്മൃതിയാളുടെ പള്ളിയിൽ പെരുന്നാളാണ്. അപ്പോൾ അതിനൊക്കെ പോയി നടന്നൊക്കെ വന്നപ്പോഴത്തേക്ക് രാവിലെ ഏക്കാൻ ഒരു ബുദ്ധിമുട്ട് പോലെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പോയില്ല. ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ. അവർ പോയി. മക്കൾക്ക് കാറ്റഗിസത്തിൻ്റെ സ്കൂൾ തുടങ്ങി, ക്ലാസ് തുടങ്ങിയേ. അപ്പം പിന്നെ അതിന് പോകണം. അപ്പം ചേട്ടായി അവരെയും കൊണ്ട് കുർബാനയൊക്കെ കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പം ഞാനിവിടെ തന്നെയുള്ളൂ. എനിക്കാണെങ്കിൽ ഒത്തിരി പണിയുണ്ട്. ചോറും കറിയൊക്കെ അവർ വരുമ്പോഴത്തേക്കും വെക്കണം, അലക്കാനിട്ടിട്ടുണ്ട്, അപ്പം അത് എടുത്ത് വെക്കണം, എല്ലാം ഉണ്ട്, ഒരുപാട് പണിയുണ്ട്. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചത് പിന്നെ ഞാൻ തന്നെയല്ലേ ഉള്ളൂ, അപ്പം നിങ്ങളോട് മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാമെന്ന്. അപ്പം എൻ്റെ പണിയിലേക്ക് പോയാലോ? അപ്പം ഞാൻ നിങ്ങളെയും കൂടെ കാണിക്കാം കേട്ടോ. ബാ. ഒത്തിരി കോവയ്ക്ക ഉണ്ടായിരുന്നേ, ചേട്ടൻ മേടിച്ചുകൊണ്ട് വന്നതാ. അപ്പം പിന്നെ അതിന്ന് മെഴുക്കുവരട്ടി വെക്കാമെന്ന് വിചാരിച്ചു. ചെറുതാക്കി ഇങ്ങനെ അരിഞ്ഞെടുത്തു കേട്ടോ. ഞാൻ ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നത്. അപ്പം പിന്നെ വേഗം അരിഞ്ഞെടുത്ത് പണികളൊക്കെ വേഗം തീർക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പം പിന്നെ ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് മീൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചു, പൊരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഭയങ്കരമായിട്ട് കട്ട പിടിച്ചിരിക്കുമായിരുന്നു. ഇത് പെട്ടെന്ന് വിട്ട് വരാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ടാൽ മതി എന്നാണ് പറഞ്ഞത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് മീൻ വറക്കാനായിട്ടൊരു മസാല തയ്യാറാക്കി. സാധാരണ മസാല തയ്യാറാക്കുന്നത് തന്നെ പെട്ടെന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് പണികളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പൊരിച്ചെടുക്കാമല്ലോ. അതിൻ്റെ ഇടയ്ക്ക് അരി ഇട്ടു. അരി വേഗം അടുപ്പയിൽ ആക്കി. പിന്നെ പണികളെല്ലാം വേഗം വേഗം അങ്ങോട്ട് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. എനിക്ക് ഈ പണി എടുക്കുമ്പോൾ വേഗം വേഗം ചെയ്യണമെന്നുണ്ട്, പക്ഷെ ആയില്ല. കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും കാലങ്ങ് വേദന എടുക്കാൻ തുടങ്ങും. അപ്പം ഞാൻ കുറച്ചു നേരം പോയി ഇരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നിരുന്നിട്ട് അങ്ങനെയൊക്കെ അങ്ങ് ചെയ്യുന്നത്. പിന്നെ പള്ളി പോകണമെന്നുണ്ടായിരുന്നു ഇന്ന്, പക്ഷെ പോകാൻ പറ്റിയില്ല. പാനൊക്കെ വെച്ച് വേഗം പിന്നെ മെഴുക്കുവരട്ടി കഴിയുവാണെങ്കിൽ ബാക്കി പരിപാടി തുടങ്ങാമല്ലോ എന്ന് വിചാരിച്ചിട്ടാ. ഇനി ചോറും ആയിക്കഴിഞ്ഞ് മീൻ വറുത്തതും വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇന്നത്തെ പണി തീർന്നു. വേറെ ഒന്നും കറിയൊന്നും ഉണ്ടാക്കുന്നില്ല. ചാറുകറി ഇരിപ്പുണ്ട് മീനെ. അപ്പം പിന്നെ വിചാരിച്ചു ഇത്രയൊക്കെ മതിയെന്ന്. അപ്പം അത് അവിടെ ഇരുന്ന് വേവട്ടെ. അന്നേരത്തേക്കും പാത്രം കഴുകി വെക്കാമെന്ന് വിചാരിച്ചിട്ട് കുറേ പാത്രങ്ങൾ ഉണ്ടായിരുന്നു. അത് വേഗം തന്നെ കഴുകി അങ്ങ് വെച്ചു. അവിടെ ക്ലീൻ ആക്കി ഇട്ടു. അങ്ങനെ വേഗം വേഗം ഓരോ പണികൾ അങ്ങ് തീർക്കുവാണെങ്കിലേ നമുക്ക് എളുപ്പമല്ലേ. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ പാത്രം കൂട്ടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഒരു ഭയങ്കര പണിയാണ്. അത് കഴിഞ്ഞ് നമുക്കെന്നാൽ പിന്നെ മീൻ വറക്കാമെന്ന് വിചാരിച്ച് മീൻ അങ്ങ് വറുത്തു. പെട്ടെന്ന് പെട്ടെന്ന് ഓരോ പണികൾ അങ്ങ് കഴിയുവാണെങ്കിലേ ഈ പാത്രങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ പാത്രം എല്ലാം കഴുകി വെക്കേണ്ട കാര്യം ഓർക്കുമ്പോൾ ഒരു വിഷമമാണ്. അതുകൊണ്ട് ഞാൻ എന്നാ ചെയ്യും, ഒന്ന് തീരുന്ന പാടെ തന്നെ അങ്ങ് കഴുകി വെക്കും. എൻ്റെ പണിയെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പം അവർ 11 മണി ആയതേ ഉള്ളൂ. അവർ 12:30 വരെ ഉണ്ടാവുമായിരിക്കും. ഇനിയിപ്പം 1.5 മണിക്കൂർ ഞാനിവിടെ ഒറ്റയ്ക്ക് ഇരിക്കണം. ടി വി കാണാറൊന്നുമില്ലേ. ഫോണിൽ എന്തെങ്കിലും നോക്കിയിരിക്കും, അല്ലെ പണികളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വേഗം തീർക്കാൻ നോക്കുകയുള്ളൂ. അല്ലാതെ ടി വി കണ്ടിരിക്കുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. കുറേ നാളുകളായി ഞാൻ ടി വി ഒക്കെ കണ്ടിട്ട് തന്നെ. കാണാൻ ഇഷ്ടവുമില്ല. ഒരു സിനിമ മുഴുവൻ കാണാനൊന്നും പറ്റത്തൊന്നുമില്ല. പിന്നെ എന്തെങ്കിലും പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോകുന്നേ ഉള്ളൂ. അതുകൊണ്ട് കാണാറൊന്നുമില്ല. ഇനി ചോറ് വാർക്കും കൂടെ ഉള്ളൂ. ബാക്കി പാത്രം കഴുകുക എല്ലാം കഴിഞ്ഞ്. ഇനി വൈകുന്നേരത്തേക്കുള്ളത് നോക്കിയാൽ മതി. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ചോറ് എടുത്ത് വാർത്ത് വെച്ചു. പിന്നെ അവർ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ വേഗം പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല. ചോറും കഴിച്ച് കുറച്ചു നേരം കിടന്നുറങ്ങി. അത്രയും ഇന്നത്തെ വീഡിയോ എടുത്തുള്ളൂ.